ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2016 പുറത്തിറങ്ങിയ എ കൈൻഡ് ഓഫ് മർഡർ എന്ന് പറഞ്ഞിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്രൈം ത്രില്ലർ മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുന്നേ ചെറിയൊരു കാര്യം, ഈ ഭാഗം വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാം. വേറെ ഒന്നുമല്ല, ഞാൻ സ്റ്റോറി പറയുമ്പോഴത്തേക്കും ഇപ്പം തന്നെ ഉദാഹരണത്തിന് പറഞ്ഞില്ലേ, സ്റ്റോറി പറയുമ്പോഴത്തേക്കും നിൽക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ചില വാക്കുകൾ അധികമായിട്ടും വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് പേര് ചില സമയങ്ങളിൽ മെൻഷൻ ചെയ്തിട്ട് പറയുന്നുണ്ട് ഇത്തരം വാക്കുകളൊന്നും ഒഴിവാക്കാനായിട്ട്. അത്തരം കമൻറ്റുകളെല്ലാം ഞാൻ കാണുന്നുണ്ട്, മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നടക്കാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, എൻ്റെ ഒരു രീതി അങ്ങനെ ആയിപ്പോയത് കൊണ്ടാണ്. പിന്നെ അതുമാത്രം ശ്രദ്ധിച്ച് സ്റ്റോറി പറയാനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോറി പറയാനും കഴിയത്തില്ല. അത് ആ ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോകുന്നതാണ്, മനഃപൂർവ്വമല്ല. അപ്പോൾ ഇനിയും അത്തരം വാക്കുകൾ വരികയാണെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കുക എന്നും പറഞ്ഞിട്ട് കൂടുതലായിട്ട് വരുത്തുമെന്നല്ല, മാക്സിമം കൺട്രോൾ ചെയ്തിട്ട്. അങ്ങനെയുള്ള ഒരു ചിലർക്കത് ഇറിറ്റേഷനായിട്ട് തോന്നും, അതെനിക്കറിയാം, അതുകൊണ്ടാണ് അവർ കമൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കാമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഒരുപക്ഷെ നിങ്ങൾക്ക് അത് ഇറിറ്റേഷനായിട്ട് തോന്നുവാണെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കുക, ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനിയും ഞാൻ കൂടുതലായിട്ടും പറഞ്ഞ സമയം കളയുന്നില്ല, നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിങ് സീനിൽ തിയേറ്ററിലേക്ക് പോയ ഒരു കണ്ണാടിക്കാരൻ ടിക്കറ്റ് എല്ലാം വാങ്ങിയിട്ട് നേരെ തിയേറ്ററിനകത്തേക്ക് കയറി ചെല്ലുന്നതും അതിനകത്ത് ഇവൻ അറിയാവുന്ന ഒരു ചെറിയ പയ്യനുണ്ടായിരുന്നു. അങ്ങനെ അവനെ കാണുമ്പോഴത്തേക്കും, അല്ല നിന്റെ കാമുകിയും കൂട്ടിയിട്ട് തിയേറ്ററിലേക്ക് വന്നിരിക്കുകയാണല്ലോ, ശരി ഹാപ്പി ആയിട്ടിരിക്കുക എന്നെല്ലാം പറഞ്ഞിട്ട് അവൻ നേരെ അവൻ്റെ സീറ്റിൻ്റെ അടുത്തേക്ക് പോയി ഇരുന്നിട്ട് ഇവൻ എപ്പോഴും നോക്കുന്നത് നേരെ സ്ക്രീനിലേക്കല്ല, ആ ഒരു ചെറിയ പയ്യനെ മാത്രമാണ് അവൻ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത്. പക്ഷെ ആ ഒരു ചെറിയ പയ്യനാണെങ്കിൽ ഇവൻ അധികം ശ്രദ്ധിക്കുന്നില്ല, അവൻ സിനിമയെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് നേരം ആ ഒരു കണ്ണാടി അവനെ തന്നെ നോക്കിയിരുന്നിട്ട് തിയേറ്ററിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി പോകുന്നു. അതേസമയം തന്നെ വെളിയിൽ നമ്മുടെ ഈ മൂവിയിലെ ഹീറോയെ കാണിക്കുകയാണ്. ഹീറോയുടെ പേര് വാൾട്ടർ. അങ്ങനെ വാൾട്ടർ നേരെ ഒരു ബിൽഡിങ്ങിനകത്ത് നിന്നും തൻ്റെ കാറിനടുത്തേക്ക് കാർ എടുക്കാനായിട്ട് ഇങ്ങനെ പോകുന്നതും അതിനകത്ത് കയറിയിരിക്കുമ്പോഴത്തേക്കാണ് റേഡിയോയിൽ ഇപ്പോൾ ഒരു ന്യൂസ് കേൾക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ കുറേ മുന്നേ ഏതോ ഒരു സ്ത്രീയെ കൊടൂരമായിട്ട് കൊന്ന അവസ്ഥയിൽ ഒരു സ്ഥലത്ത് കണ്ടെത്തിയെന്നും. അങ്ങനെ ഈ ഒരു ന്യൂസ് എല്ലാം കേട്ട് വാൾട്ടർ നേരെ പോകുന്നത് അവൻ്റെ ഭാര്യയുടെ അടുത്തേക്കാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ. അപ്പോൾ ഹീറോയിൻ്റെ പേര് ക്ലാര എന്നാണ്. സത്യത്തിൽ നമ്മുടെ ഹീറോ ഒരു ആർക്കിടെക്റ്റാണ്. അതുപോലെ സൈഡായിട്ട് ഇവൻ ഈ നോവലുകളെല്ലാം എഴുതുന്നുണ്ട്. അതുപോലെ റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ നമ്മുടെ വാൾട്ടർ എഴുതിയ ഒരു ബുക്ക് പബ്ലിഷ് ആയിട്ടുണ്ട്. അങ്ങനെ ആ ഒരു കാര്യത്തെ പറ്റി നമ്മുടെ വാൾട്ടർ ക്ലാരയോട് പറയുന്നതും ക്ലാര പറയും, നീ എന്തെങ്കിലും ചെയ്തിട്ട് എപ്പോഴും കഥ എഴുത്തെന്നും പറഞ്ഞിട്ട്. അപ്പോഴേ ക്ലാര അവനോട് പറയും, എപ്പോഴും ഇത് മാത്രമേ നിനക്ക് പറയാനുള്ളൂ, എൻ്റെ അമ്മയ്ക്ക് വയ്യാണ്ടിരിക്കുകയാണ്, അമ്മയെ കാണാനായിട്ട് ഞാൻ പോവാണ്, നല്ലതുപോലെ നീ നിന്നെ ശ്രദ്ധിക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് അവളിപ്പോൾ ബസ്സിൽ കയറിയിട്ട് അവളുടെ അമ്മയെ കാണാനായിട്ട് ഇങ്ങനെ പോവാണ്. അതേസമയം തന്നെ വീണ്ടും നമ്മുടെ ആ ഒരു കണ്ണാടിക്കാരനുണ്ടല്ലോ, അവൻ്റെ പേര് കിമ്മൽ എന്നാണ്. കിമ്മൽ എന്ന് പറയുന്ന ഒരു പേര് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് നമുക്ക് എന്തായാലും അവനെ കണ്ണാടി എന്ന് തന്നെ വിളിക്കാം. അവൻ്റെ ഒരു ബുക്ക് ഷോപ്പ് നടത്തുന്നുണ്ട്. രാത്രി മുഴുവൻ അവൻ എവിടെയാണ് പോയതെന്ന് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത ദിവസം അവൻ നേരെ ഷോപ്പ് തുറന്ന് അതിനകത്ത് കയറിയിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ മദ്യം ഒഴിച്ചിങ്ങനെ കഴിക്കുകയാണ്. അതേസമയം തന്നെ നമ്മുടെ ഹീറോ വാൾട്ടറിനെ കാണിക്കുമ്പോഴത്തേക്കും കഴിഞ്ഞ ദിവസം ഒരു പെണ്ണ് കൊടൂരമായിട്ട് കൊലപ്പെട്ടെന്ന് പറഞ്ഞിരുന്നല്ലോ, ആ ഒരു ന്യൂസ് പേപ്പറിൽ ഇങ്ങനെ കാണുന്നതും നമ്മുടെ വാൾട്ടർ ആണെങ്കിൽ ആൾറെഡി ഒരു കഥ എഴുത്തുകാരനാണ്. അതുകൊണ്ട് അവൻ എഴുതാൻ വന്ന പുതിയ സ്റ്റോറിക്ക് ഒരുപക്ഷെ ഇതിൽ എന്തെങ്കിലും ഒരു ഭാഗം വേണ്ടി വന്നാലോ എന്നും പറഞ്ഞിട്ട് ആ ഒരു ന്യൂസ് മാത്രം അങ്ങനെ കട്ട് ചെയ്ത് വെക്കുകയും ചെയ്യുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും മരിച്ചുപോയ ആ ഒരു സ്ത്രീക്ക് ഫ്യൂണറൽ നടക്കാണ്. അതേ സ്ഥലത്ത് ഒരു പോലീസുകാരൻ വരുന്നുണ്ട്. ഇവിടെ ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു സ്ഥലത്ത് ആ ഒരു കണ്ണാടി നിൽപ്പുണ്ട്. എന്താണെന്ന് വെച്ചാൽ മരിച്ചുപോയത് അവൻ്റെ ഭാര്യയാണ്. അതേസമയം തന്നെ ആ ഒരു കണ്ണാടിയോട് തിയേറ്ററിൽ വെച്ച് ഒരു ചെറിയ പയ്യനെ കണ്ടിരുന്നല്ലോ, ആ ഒരു പയ്യൻ അവനോട് സംസാരിച്ചിട്ട് ദൂരമായിട്ട് നിൽക്കുന്ന ആ ഒരു പോലീസുകാരനോട് വന്നിങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ആ ഒരു പോലീസുകാരനായാലും ആ ഒരു ചെറിയ പയ്യനോട് ചോദിക്കും, അവൻ നല്ല വിഷമത്തിലാണല്ലേ, ശരി എന്തായാലും ഞാൻ ഇവിടെ വന്നെന്ന് പറഞ്ഞേക്ക് എന്നും പറഞ്ഞിട്ട് പോലീസുകാരൻ അവിടെ നിന്ന് പോകുന്നതും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വാൾട്ടറിൻ്റെ വീട്ടിൽ എന്തോ ഒരു പാർട്ടി നടക്കുകയാണ്. പാർട്ടിക്കാണെങ്കിൽ ഒരുപാട് പേരെ അവൻ ക്ഷണിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഒരു സ്ഥലത്താണെങ്കിലും നല്ല രീതിയിൽ പാർട്ടി നടക്കുന്നു. അതേസമയം അവിടെ ഇപ്പോൾ പുതുതായിട്ടൊരു പെണ്ണ് നമ്മുടെ വാൾട്ടറിനെ വന്ന് കാണുകയാണ്. അവളുടെ പേര് എല്ലി എന്നാണ്. അങ്ങനെ എല്ലിയെ കാണുന്നത് നമ്മുടെ ഹീറോയ്ക്ക് ക്രഷ് അടിച്ചെന്ന് തോന്നുന്നു. എന്തായാലും അവളെ കണ്ട ഉടനെ തന്നെ അവളോട് ഒരുപാട് നേരം അങ്ങനെ നിന്ന് സംസാരിക്കുകയാണ്. അങ്ങനെ ഇത് കാണുന്നതും നമ്മുടെ ക്ലാരയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു ഭാര്യ ഭർത്താവും മറ്റൊരു സ്ത്രീയായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് ഒരിക്കലും സഹിക്കാൻ കഴിയത്തില്ല, അവർക്ക് നല്ല ദേഷ്യം വരും. അതുപോലെ തന്നെയാണ് കേട്ടോ നേരെ തിരിച്ചും. അങ്ങനെ ആ ഒരു രീതിയിൽ അന്ന് രാത്രി ആകുമ്പോഴത്തേക്കും ക്ലാര വാൾട്ടറിനോട് എല്ലി എന്ന് പറഞ്ഞിട്ട് ആ ഒരു പെണ്ണിനെ പറ്റി അങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും വാൾട്ടർ പറയും, പാർട്ടിയിൽ ഒരുപാട് പേര് വരും, അവരോടൊക്കെ ഞാൻ സംസാരിക്കും, അതൊക്കെ ഇപ്പം തന്നെ വെറുതെ ആലോചിച്ചിരിക്കുന്നത് എന്നും പറഞ്ഞിട്ട് അവളോട് കുറച്ച് റൊമാൻറ്റിക് ആയിട്ടിരിക്കാൻ വേണ്ടി നമുക്കൊരു റൗണ്ട് പോകാമെന്നും പറഞ്ഞിട്ട് അവളിങ്ങനെ വിളിക്കുമ്പോഴത്തേക്കും അവൾക്ക് അതിന് താല്പര്യമില്ലാതെ ഇങ്ങനെ കിടക്കാണ്. എന്താണെന്ന് വെച്ചാൽ ഇവരുടെ സെക്ഷൽ ലൈഫിൽ നമ്മുടെ ഹീറോയിന് എന്തോ പ്രശ്നമുണ്ട്. ഹീറോ ഒരുപാട് തവണയായിട്ട് പറയുന്നുണ്ട് ഒരു ഡോക്ടറിനെ പോയി കാണാനായിട്ട്, പക്ഷെ അവളാണെങ്കിൽ അത് ചെയ്യുന്നതുമില്ല. അങ്ങനെ ഹീറോ, ശരി എന്തായാലും ഇവിടെ ഒന്നും നടക്കത്തില്ല,
താഴെ പോയിട്ട് കഥയെങ്കിലും എഴുതാമെന്ന് പറഞ്ഞ് ബേസ്മെന്റിലേക്ക് ഇറങ്ങി ചെന്നിട്ട് കുറച്ച് മുന്നേ ന്യൂസ് പേപ്പർ കട്ട് ചെയ്ത് വെച്ചിരുന്നല്ലോ ഒരു കേസിനെ പറ്റി, അതുപോലെ തന്നെ ഒരുപാട് ക്രൈം സീനുകളെ പറ്റിയുള്ള കാര്യങ്ങൾ ഈ ന്യൂസ് പേപ്പറിൽ നിന്ന് അവൻ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം ഇൻസ്പയർ ആയിട്ട് നമ്മുടെ ഹീറോ അതിനെ പറ്റി ഒരു കഥ എഴുതാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതേസമയം ഇവിടെ നമ്മുടെ കണ്ണാടി ഉണ്ടല്ലോ, അവനെ കാണിക്കുമ്പോഴത്തേക്കും ആ കണ്ണാടിയെ കാണാനായിട്ട് പോലീസുകാരൻ ഇങ്ങനെ വരികയാണ്. ഇപ്പോൾ പോലീസുകാരൻ സംശയിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കണ്ണാടിയുടെ ഭാര്യയെ കൊന്നത് കണ്ണാടി തന്നെയാണെന്നാണ്. മരണാനന്ദ ചടങ്ങുണ്ടല്ലോ, അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പോലീസുകാരൻ കണ്ണാടിയെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാൻ വരുന്നുണ്ട്. പക്ഷേ കണ്ണാടിയാണെങ്കിലോ അവൻ്റെ ഭാര്യയെ താനല്ല കൊന്നതെന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ പോലീസുകാരൻ ഇങ്ങനെ പറയുന്നുണ്ട്, എന്തെങ്കിലും ഒരു ദിവസം നിന്നെ എൻ്റെ കയ്യിൽ പിടി കിട്ടും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പോലീസുകാരൻ അവിടെ നിന്ന് പോകുന്നതും അടുത്ത ദിവസം നമ്മുടെ വാൾട്ടർ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് വരുമ്പോൾ ക്ലാരയുടെ അമ്മയ്ക്ക് അസുഖമാണെന്നുള്ള രീതിയിൽ അവൾ ഫോണിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴേക്കും വാൾട്ടർ വന്നിട്ട് ഹേയ് എന്താ പ്രശ്നം, എന്തു പറ്റിയെന്നെല്ലാം ചോദിക്കുമ്പോൾ ക്ലാര പറയും, ഓ ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ, നിനക്കാണെങ്കിൽ പാർട്ടിയിൽ കണ്ട എല്ലി എന്ന് പറഞ്ഞ ഒരു പെണ്ണില്ലേ എന്ന് പറഞ്ഞു ഒരു കാര്യമില്ലാതെ എല്ലിയുടെ കാര്യം എടുത്ത് ഇടയ്ക്കിട്ടിട്ട് അവനിങ്ങനെ ദേഷ്യം പിടിപ്പിക്കുന്നു. അങ്ങനെ അവൾ ഓരോന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ വാൾട്ടർ ആണെങ്കിൽ ആ ഒരു സമയമെല്ലാം കഥ എഴുതാനായിട്ട് ഇങ്ങനെ പോയിരിക്കും. അതേപോലെ തന്നെയാണ് ഇന്നും വാൾട്ടർ താൻ കളക്ട് ചെയ്ത് വെച്ച ആ ഒരു ന്യൂസ് പേപ്പർ കട്ടിംഗ് എല്ലാം വെച്ച് പുതിയൊരു കഥ എഴുതാനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതേസമയം തന്നെ ഇവിടെ പോലീസുകാരനെ കാണിക്കുമ്പോഴത്തേക്കും പോലീസുകാരൻ അവൻ്റെ ചീഫിനോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കണ്ണാടിക്കാരൻ്റെ ഭാര്യയെ കൊന്നത് ഈ കണ്ണാടിക്കാരനാണ് എന്നാണ് ഞാൻ സംശയിക്കുന്നത്. അതെനിക്ക് ഉറപ്പുണ്ടെന്ന് പറയുമ്പോൾ അതെങ്ങനെ നിനക്ക് ഉറപ്പിക്കാൻ കഴിയും? കാരണം കൊല നടന്ന ആ ഒരു ദിവസം തിയേറ്ററിനടുത്തായിട്ട് ആ ഒരു കണ്ണാടി ഉണ്ടായിരുന്നതായിട്ട് ആ ഒരു ചെറിയ പയ്യൻ പറഞ്ഞിട്ടുണ്ട്. അതുമല്ല നമുക്കാണെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള തെളിവുകളും കിട്ടിയിട്ടില്ല. പിന്നെ എങ്ങനെ അവൻ കൊലയാളി എന്ന് പറയുമ്പോൾ നമ്മുടെ പോലീസുകാരൻ പറയും അതല്ലേ എനിക്ക് വിട്ടോ, ഞാൻ എന്തായാലും കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞിട്ട്. അതേസമയം തന്നെ വെളിയിൽ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ കണ്ണാടി ഇപ്പോൾ ആ ഒരു ചെറിയ പയ്യനെ കാണാനായിട്ട് ചെല്ലുമ്പോഴത്തേക്കാണ് അവിടെ മറ്റൊരു പോലീസുകാരൻ ഇപ്പോൾ അവനിങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇത് കാണുന്നത് നമ്മുടെ കണ്ണാടി അവിടെ ഒരിടത്തായിട്ട് ഇങ്ങനെ ഒളിച്ചു നിൽക്കുകയാണ്. അങ്ങനെ പോലീസുകാരൻ ചോദ്യം എല്ലാം ചോദിച്ചിട്ട് പോകുമ്പോഴത്തേക്കും കണ്ണാടി നേരെ ആ ഒരു ചെറിയ പയ്യൻ്റെ അടുത്തേക്ക് വന്നിട്ട് ആ ഒരു ചെറുപ്പക്കാരൻ പറയും, എന്താ സാർ ഇത്, അവർ വീണ്ടും ഒരേ ചോദ്യം തന്നെയാണ് വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ കണ്ണാടി പറയും, അതിനിപ്പോൾ എന്താ, അവരെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നീ എന്താണോ കണ്ടത് അത് മാത്രം അങ്ങ് പറഞ്ഞാൽ മതി. അതേസമയം ഇവിടെ നമ്മുടെ വാൾട്ടറിൻ്റെ വീട്ടിൽ കാണിക്കുമ്പോൾ അവനും ക്ലാരയും തമ്മിൽ ഭയങ്കര വഴക്ക്. അപ്പോൾ ഈ ഒരു വഴക്ക് കാരണം വീട്ടിലുള്ള ജോലിക്കാരി വരെ പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അതുമല്ല നമ്മുടെ ഹീറോയിനാണെങ്കിൽ സെക്ഷൽ ലൈഫിൽ എന്തൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ക്ലാരയ്ക്ക് വാൾട്ടറിനെ നല്ല സംശയമാണ്. കാരണം അവന് വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള മൂഡ് കിട്ടുന്നില്ല. അതുകൊണ്ട് അവൻ വെളിയിൽ വേറെ ആരെങ്കിലും ആയിട്ട് എന്തെങ്കിലും അഫയർ ഉണ്ടോ ഇല്ലയോ എന്ന് ക്ലാരയ്ക്ക് നല്ല സംശയമുണ്ട്. അതുമല്ല ഇപ്പോൾ എല്ലി എന്ന് പറഞ്ഞാൽ ആ ഒരു പെണ്ണാണെങ്കിൽ ഇവരുടെ ഇടയിൽ വന്നു. അങ്ങനെ അവളെ പറ്റി ഒരുപാട് പറയുന്നത് നമ്മുടെ ഹീറോ ദേഷ്യം കാരണം നല്ല ഇതിൽ ശബ്ദം ഉണ്ടാക്കുന്നതും അവളാണെങ്കിലും പെട്ടെന്ന് വന്നിട്ട് വാൾട്ടറിനെ എങ്ങനെ കെട്ടിപ്പിടിച്ച് ഇവർ പിന്നെയും വഴക്ക് കൂടുമ്പോഴത്തേക്കും ക്ലാര എന്താ ചെയ്യുന്നത് വെച്ചാൽ നേരെ റൂമിലേക്ക് കയറി ഡോർ അങ്ങടയ്ക്കും. അങ്ങനെ വാൾട്ടർ ആയാലും വന്നിട്ട് ക്ലാരയോട് ഒരുപാട് സംസാരിച്ച് നോക്കുന്നുണ്ട്. പക്ഷെ അവൾ കഥക് തുറക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ ദേഷ്യം കാരണം നേരെ അടുത്തുള്ള ഒരു ബാറിലേക്ക് ഇങ്ങനെ പോവാണ്. അവിടെ ചെന്നിരിക്കുമ്പോഴത്തേക്കാണ് കണ്ണാടിയുടെ ഭാര്യ മരിച്ച ആ ഒരു ന്യൂസ് ഉണ്ടല്ലോ അത് അവനിങ്ങനെ പേപ്പറിൽ കാണുന്നതും നമ്മുടെ ആ ഒരു പോലീസുകാരൻ എങ്ങനെയാണോ കണ്ണാടിയെ സംശയിക്കുന്നത് അതേപോലെ തന്നെ ഹീറോയ്ക്കും കണ്ണാടിയുടെ മേലൊരു സംശയമുണ്ട്. അങ്ങനെ ഇതെല്ലാം അവിടെ ഇരുന്ന് ആലോചിച്ചിട്ട് നമ്മുടെ വാൾട്ടർ വീണ്ടും വീട്ടിലേക്ക് വന്നിട്ട് ക്ലാരയെ വിളിക്കാമെന്ന് പറഞ്ഞ് ഡോറിൽ തട്ടുമ്പോഴത്തേക്കും അവളിപ്പോൾ കഥക് തുറക്കുന്നില്ല. ഇത്രയും നേരമായിട്ട് ഇവള് കഥക് തുറക്കാത്തത് എന്താ എന്നും പറഞ്ഞിട്ട് കഥക് ഇടിച്ച് തുറന്ന് അകത്തേക്ക് വരുമ്പോൾ ആഹാ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്ലാര സൂയിസൈഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. എന്താണെന്ന് വെച്ചാൽ ഈ ഉറക്ക ഗുളിയെല്ലാം ഒരുപാട് കഴിച്ചിട്ടുണ്ട്. അങ്ങനെ അവളെ പൊക്കിയെടുത്ത് നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ട് ഡോക്ടറിനോട് കാര്യം ചോദിക്കുമ്പോഴത്തേക്കാണ് നിങ്ങളുടെ ഭാര്യ ക്ലാരയ്ക്ക് സ്ട്രെസ് അധികമായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യം ചെയ്തത്. അതുകൊണ്ട് നിങ്ങളുടെ ഭാര്യ ഇനിയെങ്കിലും കുറച്ച് നല്ലതുപോലെ നോക്കണം എന്നെല്ലാം ഡോക്ടർ പറയുന്നതും അത് കഴിഞ്ഞിട്ട് നമ്മുടെ വാൾട്ടർ അവൻ്റെ സുഹൃത്തിനെ കാണാനായിട്ട് ഇങ്ങനെ പോവാണ്. അങ്ങനെ അവനോട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാണ് അവൾ എന്നെ ഇങ്ങനെ സംശയിക്കുന്നതെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. അങ്ങനെ അതെല്ലാം പറഞ്ഞിട്ട് അവൻ നേരെ വീട്ടിലേക്ക് വന്ന് കുറച്ചു നേരം വീടിനകത്തേക്ക് ഇരിക്കുമ്പോഴത്തേക്കാണ് വെളിയിൽ ആ ഒരു ബെല്ലടിക്കുന്ന ശബ്ദം വന്ന് ഡോർ തുറക്കുമ്പോഴത്തേക്കും ഈ എരിതയിൽ വീണ്ടും എണ്ണ ഒഴിക്കുന്നെന്നുള്ള രീതിയിൽ ആരാണെന്ന് കാണിക്കുമ്പോൾ അത് എല്ലിയായിരുന്നു. അങ്ങനെ എല്ലിയെ കണ്ടത് എന്തായാലും വീടിന് വെളിയിൽ നിർത്താൻ കഴിയത്തില്ല. അതുകൊണ്ട് അവളെ അകത്തേക്ക് കൊണ്ടുവന്നിട്ട് അല്ലേ എല്ലി നീ എന്താ ഈ ഒരു വഴിക്ക് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വേറെ ഒന്നുമില്ല, നമ്മൾ അന്ന് ആ ഒരു പാർട്ടിയിലല്ലേ അവസാനമായിട്ട് കണ്ടത്, പിന്നെ ഇതുവരെ കണ്ടിട്ടില്ല, പിന്നെ ഞാൻ ഈ ഒരു വഴിക്ക് ഇങ്ങനെ പോവായിരുന്നു, അതുകൊണ്ട് വെറുതെ കയറിയെന്നേ ഉള്ളൂ എന്നെല്ലാം പറഞ്ഞിട്ട് ഒരുപാട് നേരം ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് വരെ സംസാരിച്ച് തുടങ്ങുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുമ്പോൾ അവൾ പറയും ഇന്ന് രാത്രി ഫ്രീ ആണെങ്കിൽ ഒരു പബ്ബിലേക്ക് വാ, ഞങ്ങൾ അവിടെ ഇന്നൊരു മ്യൂസിക് പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അത് കേട്ടിട്ട് പോവാം, കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയും എന്നെല്ലാം പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നതും ഹീറോ ഒരു മാന്യനായിട്ടുള്ള ഒരാളാണെന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല, തനിക്കൊരു ഭാര്യ ഉണ്ടെന്ന് പോലും മറന്നിട്ട് എല്ലി പറഞ്ഞതുപോലെ തന്നെ ആ ഒരു പബ്ബിലേക്ക് അവൻ പോവാണ് രാത്രിയാകുമ്പോഴത്തേക്കും. അങ്ങനെ അന്ന് രാത്രി അങ്ങനെ പബ്ബിലേക്ക് ചെന്നിട്ട് എല്ലി പാടുന്ന ആ ഒരു പാട്ടും കേട്ട് അങ്ങനെ ഇരിക്കുകയാണ്. കൈ കിട്ടിക്കഴിഞ്ഞാൽ ഇവളെ കടിച്ച് തിന്നോന്നുള്ള രീതിയിൽ അമ്മാതിരി നോട്ടം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ക്ലാരയെ ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലേക്ക് കൊണ്ടുവരുന്നു.
അങ്ങനെ ഒരു കുഴപ്പമില്ലാതെ ഹീറോ ആണ് അവളെ വിളിച്ചിട്ട് വീട്ടിലേക്ക് വരുന്നത്. വീടിനകത്ത് വരുമ്പോൾ തന്നെ അടുത്തൊരു പ്രശ്നം, ഇന്നലെ എല്ലി വാൾട്ടറിനെ കാണാനായിട്ട് വരുമ്പോഴത്തേക്കും ഒരു ഗിഫ്റ്റ് അവന് വേണ്ടി കൊണ്ടുവന്നിരുന്നല്ലോ, അതവിടെ ഇരിക്കുന്നത് കണ്ടിട്ടാണ് ഇതാര് തന്നെന്ന് ചോദിക്കുമ്പോഴത്തേക്കും എല്ലിയാണെന്ന് വാൾട്ടർ അങ്ങനെ പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോഴേ ക്ലാര അപ്പോൾ ഞാൻ ഇല്ലാത്ത സമയത്ത് അവളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഇതൊക്കെയാണല്ലേ എന്നെല്ലാം പറഞ്ഞ് അവൾ വീണ്ടും വഴക്കുണ്ടാക്കുകയാണ്. അപ്പോഴേക്കും വാൾട്ടർ പറയും, ക്ലാര നിന്നോട് എനിക്ക് സംസാരിക്കാൻ സമയമില്ല, നീ എന്തായാലും കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക, ഞാൻ വെളിയിൽ പോയിട്ട് വരാമെന്നും പറഞ്ഞ് അവൻ വീണ്ടും ഒരു ബാറിലേക്ക് ഇങ്ങനെ പോവാണ്. അതുമല്ല ഈ ഒരു കണ്ണാടി ഉണ്ടല്ലോ, അവൻ്റെ ഭാര്യയെ കൊന്ന ആ ഒരു കാര്യം സ്റ്റോറിയിൽ മെയിൻ ഒരു പോയിന്റായിട്ട് വെച്ചിട്ടാണ് അവനിപ്പോൾ പുതിയൊരു കഥ എഴുതാനായിട്ട് തീരുമാനിക്കുന്നത്. അതുമല്ല കണ്ണാടിയാണ് അവൻ്റെ ഭാര്യയെ കൊന്നെന്നുള്ള സംശയം നമ്മുടെ ഹീറോയ്ക്ക് ഉണ്ടല്ലോ, അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടും ഒരുപക്ഷെ അത് തൻ്റെ സ്റ്റോറിക്ക് സഹായമാവോ എന്നുള്ള രീതിയിൽ ഇതെല്ലാം സത്യമാണോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി കണ്ണാടിക്കാരനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ അവൻ്റെ ബുക്ക് ഷോപ്പിലേക്ക് ഇപ്പോൾ നമ്മുടെ ഹീറോ പോവാണ്. പക്ഷേ നമ്മുടെ കണ്ണാടിക്ക് മനസ്സിലാവാത്ത രീതിയിൽ ഷോപ്പിനകത്തേക്ക് വന്നിട്ട് ഇല്ല എനിക്ക് ഇതേപോലെ ഒരു ബുക്ക് വേണം എന്ന് കിട്ടാത്തൊരു ബുക്കിനെ പറ്റി ചോദിക്കുമ്പോഴത്തേക്കും കണ്ണാടിയാണെങ്കിൽ ഷെൽഫിലെല്ലാം നോക്കിയിട്ട് സോറി സാർ ഇങ്ങനെ ഒരു ബുക്ക് ഇവിടെ ഇല്ല അത്ര അത്യാവശ്യമാണെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്ത് ഇവിടെ വരുത്താം, നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളും പറഞ്ഞാൽ മതി എന്നിങ്ങനെ പറയുന്നതും നമ്മുടെ വാൾട്ടർ ആണെങ്കിൽ അവൻ്റെ അഡ്രസ്സ് എല്ലാം ആ ഒരു ബുക്കിൽ എഴുതിയിട്ട് കണ്ണാടിയിട്ട് ചോദിക്കും, അല്ല സാർ നിങ്ങളുടെ ഭാര്യ ഈ അടുത്തിടയ്ക്ക് മരിച്ചെന്ന് കേട്ടു, അല്ല നിങ്ങളുടെ ഭാര്യ ആരെങ്കിലും കൊന്നതായിട്ട് നിങ്ങൾക്ക് സംശയമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ കണ്ണാടി പെട്ടെന്ന് വാൾട്ടറിനോട് ചോദിക്കും, അല്ല നീ ആരാ പോലീസാണോ, ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊക്കെ എന്തിനാ ചോദിക്കുന്നത്, ഞാൻ ഇപ്പം തന്നെ വളരെ ടെൻഷനിലാണുള്ളത്, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് എന്നെല്ലാം പറഞ്ഞിട്ട് വാൾട്ടറിനെ കടയിൽ നിന്ന് പറഞ്ഞു വിടും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ വാൾട്ടർ വീണ്ടും വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കാണ് ക്ലാര ഇപ്പോഴും നല്ല വിഷമത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ വാൾട്ടർ ചോദിക്കും, അല്ല എന്തു പറ്റി എന്നെല്ലാം ചോദിക്കുമ്പോൾ ക്ലാര ചോദിക്കും, അല്ല നീ ഇപ്പോൾ എവിടെയാണ് പോയിട്ട് വന്നേക്കുന്നത്. അപ്പോൾ വാൾട്ടർ ആണെങ്കിലും ഞാൻ അവിടെ പോയി ഇവിടെ പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ അവളോട് പറയുന്നുണ്ട്. അപ്പോഴാണ് ക്ലാര പറയുന്നത്, ഡേയ് നീ എന്നോട് കള്ളം മാത്രം പറയരുത്, ഞാൻ രാവിലെ മുതൽ തന്നെ നിന്നെ ഫോളോ ചെയ്യുന്നുണ്ട്, നീ ഇപ്പോൾ എല്ലിയെ കണ്ടിട്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം എനിക്ക് നല്ലതുപോലെ തന്നെ അറിയാം എന്നിങ്ങനെ പറയുന്നത് നമ്മുടെ വാൾട്ടർ പറയും, അപ്പോൾ നീ എന്നെ സംശയിക്കുകയാണല്ലേ, നീ എന്താ ഇപ്പോൾ പറഞ്ഞു വരുന്നത്, അതുകൊണ്ട് ഇനി എന്തായാലും എനിക്ക് നിന്നോടൊപ്പം ജീവിക്കാൻ കഴിയത്തില്ല, നമുക്ക് എന്തായാലും ഡിവോഴ്സ് ചെയ്യാം. ക്ലാര എന്താ പറയുന്നതെന്ന് വെച്ചാൽ നീ എങ്ങാനും എന്നെ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നീയാണ് എന്നെ കൊന്നതെന്നും പറഞ്ഞ് ഒരു ലെറ്റർ എഴുതി വെച്ച് ഞാൻ സൂയിസൈഡ് ചെയ്യും എന്നും പറഞ്ഞിട്ട് നമ്മുടെ വാൾട്ടറിനെ അവൾ ഭീഷണിപ്പെടുത്തുന്നതും ഇപ്പോൾ സമാധാനമായിട്ട് ഇരിക്കാനും കഴിയത്തില്ല, പിരിഞ്ഞു പോകാന്ന് പറഞ്ഞാൽ അതും സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഈ ഒരു ദേഷ്യം കാരണം വാൾട്ടർ വീണ്ടും വെളിയിലേക്ക് ഇറങ്ങിപ്പോയിട്ട് കുറച്ച് കഴിഞ്ഞ് വീടിനകത്തേക്ക് വരുമ്പോഴത്തേക്കാണ് ക്ലാരയുടെ അമ്മയ്ക്ക് അസുഖമായതുകൊണ്ട് അമ്മയെ കാണാനായിട്ട് പോയെന്നും പറഞ്ഞ് ആ ഒരു ജോലിക്കാരി ഇങ്ങനെ പറയും. അപ്പോൾ ഹീറോ പറയും, അല്ല എന്നോട് പറയാതെ എങ്ങനെയാണ് അവൾ പോയത് എന്ന് പറഞ്ഞിട്ട് കാർ എടുത്ത് നേരെ ബസ് സ്റ്റോപ്പിലേക്ക് ചെന്ന് ക്ലാരയെ കണ്ടുപിടിച്ചിട്ട് അവളോട് വന്ന് ചോദിക്കും, അല്ല എന്ത് പറ്റി അമ്മയ്ക്ക് പെട്ടെന്ന് പോകുന്നല്ല ചോദിക്കുമ്പോൾ ഇനിയിപ്പോൾ അത് നിന്നോടും കൂടി പറയണം, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമല്ലേ നിനക്ക് എല്ലിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അവളോട് നല്ല സന്തോഷമായിട്ട് ഇരിക്കാൻ കഴിയൂ എന്നെല്ലാം പറഞ്ഞ് വീണ്ടും അവനെ വെറുപ്പ് കയറ്റുകയാണ്. എന്നിട്ട് അവനോട് സംസാരിച്ച് നേരെ ബസ്സിലേക്ക് കയറി ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ വാൾട്ടർ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു പോവും, ഇവളെ അങ്ങ് കൊന്നുകളഞ്ഞാലോ എന്ന്. അതുപോലുള്ള ദേഷ്യമാണ് ഇപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക്. അതുമല്ല ക്ലാരയാണെങ്കിൽ ആ ഒരു ബസ്സിൽ കയറിയിട്ട് പോകുന്നതും ഹീറോയ്ക്ക് എന്ത് തോന്നിയെന്നറിയത്തില്ല, അവൻ പെട്ടെന്ന് അവൻ്റെ കാറും എടുത്ത് ആ ഒരു ബസ്സിനെ ഫോളോ ചെയ്ത് പോവാണ്. അങ്ങനെ സാധാരണ ഈ ഒരു ബസ് അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു ഹോട്ടലിനടുത്ത് ബസ് നിർത്തും, അതുപോലെ തന്നെ ഈ ഒരു ബസ് ഒരു ഹോട്ടലിനടുത്തേക്ക് നിർത്തുമ്പോഴത്തേക്കും നമ്മുടെ വാൾട്ടർ ഈ ഒരു ബസ്സിനെ ഫോളോ ചെയ്ത് വരാണല്ലോ. അങ്ങനെ ആ ഒരു ഹോട്ടലിനടുത്തേക്ക് വണ്ടി നിർത്തിയിട്ട് അകത്തേക്ക് കയറിയിട്ട് ക്ലാര അവിടെ ഉണ്ടെന്ന് നോക്കുമ്പോൾ അവൾ അവിടെ ഇല്ല. ശരി, ചിലപ്പോൾ അവൾ ബാത്റൂമിൽ എവിടെയെങ്കിലും പോയതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അടുത്തുള്ള ഒരു മൊട്ട തലേനോട്, അല്ല ഈ ഒരു ബസ് എത്ര നേരം ഇവിടെ നിർത്തും എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇവിടെ ഏകദേശം 15 മിനിറ്റ് ഈ ഒരു ബസ് നിർത്തും എന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ വാൾട്ടർ ആയാലും ആ ഒരു 15 മിനിറ്റും അവിടെ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പക്ഷെ അത്രയും നേരം ഹീറോ അവിടെ നിന്നിട്ടും ക്ലാരയെ കാണുന്നില്ല. അതുമല്ല ബസ്സാണെങ്കിൽ ഇപ്പോൾ അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്തു. ശരി, ഇവിടെ ഇല്ലെങ്കിൽ എന്തായാലും അവളുടെ അമ്മയുടെ വീട്ടിലെങ്കിലും പോയി കാണും, അവിടെ ചെന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ അവളുടെ അമ്മ ആൾറെഡി മരിച്ചു കഴിഞ്ഞു. ഹോസ്പിറ്റലിൽ അവളുടെ അമ്മ മരിക്കാറായിട്ട് കിടക്കുന്ന ആ ഒരു സമയത്ത് ക്ലാര അവിടെ ചെന്നിട്ട് പോലുമില്ല. അതെങ്ങനെയാണ് അറിയുന്നതെന്ന് വെച്ചാൽ വാൾട്ടർ നേരെ അവൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ആ ജോലിക്കാരിയെ ക്ലാരയുടെ വീട്ടിൽ നിന്നും വിളിച്ച് പറഞ്ഞതാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം. ഷെടാ അവിടെയും പോയിട്ടില്ല ഇവിടെയും വന്നിട്ടില്ല, പിന്നെ അവൾ എവിടെയാണ് പോയത് എന്നും പറഞ്ഞിട്ട് ഹീറോ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ ഇപ്പോൾ അവൻ്റെ വീട്ടിലേക്ക് ഒരു ഫോൺ കോൾ വരുന്നു. എടുത്ത് സംസാരിക്കുമ്പോഴത്തേക്കും പോലീസുകാരെ, സാർ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ഇവിടേക്ക് വരാൻ പറഞ്ഞ് ഹീറോയുടെ അടുത്തേക്ക് പോലീസുകാർ ഇങ്ങനെ വിളിക്കുന്നത്. ഇവിടെയാണ് നമുക്കൊരു ടെസ്റ്റ് ആയിരുന്നത്. എന്താണെന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് സീനിലെ ആ ഒരു കണ്ണാടിക്കാരൻ്റെ ഭാര്യ ഏത് സ്ഥലത്താണോ മരിച്ചു കിടന്നത് അതേ സ്ഥലത്ത് തന്നെ ഇപ്പോൾ നമ്മുടെ ക്ലാര മരിച്ചു കിടക്കുന്നു. അപ്പോൾ ഇവളെ ആരാണ് കൊന്നതെന്ന് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. മരിച്ചുപോയത് ക്ലാരയാണോ ഇല്ലയെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വാൾട്ടറിനെ പോലീസുകാർ അവിടേക്ക് വിളിപ്പിച്ചത്. അങ്ങനെ പോലീസിനോട് ഇത് തൻ്റെ ഭാര്യയാണെന്നെല്ലാം പറഞ്ഞിട്ട് ഹീറോ അങ്ങനെ നിൽക്കുന്നതും ആ ഒരു കണ്ണാടിയെ ഫോളോ ചെയ്ത ആ ഒരു കണ്ണാടിക്കാരൻ്റെ ഭാര്യയുടെ കേസ് അന്വേഷിക്കുന്ന ഒരു പോലീസുകാരനുണ്ടല്ലോ, അയാൾ തന്നെയാണ് ഈ ഒരു കേസും അന്വേഷിക്കുന്നത്. അങ്ങനെ ആ ഒരു പോലീസുകാരൻ ചോദിക്കും, അല്ല ഇന്നലെ നിങ്ങളുടെ ഭാര്യ മരിക്കുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഹീറോ ഇപ്പോൾ വേറെ ചില കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ ഓഫീസിലായിരുന്നു,
അതുപോലെ എൻ്റെ ഭാര്യയാണെങ്കിൽ അവളുടെ നാട്ടിലേക്ക് പോകുന്നെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ അവളോട് ഫോണിലാണ് അവസാനമായിട്ട് സംസാരിച്ചത്. പിന്നീട് അവൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല എന്ന് നമ്മുടെ വാൾട്ടർ ഇങ്ങനെ പറയുന്നതും പോലീസുകാരൻ ആ ഒരു കാര്യം നോട്ട് ചെയ്തിട്ട് ഓക്കെ ശരി, ഓക്കെ നിങ്ങൾ അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്കാണോ പോയതെന്ന് ചോദിക്കുമ്പോൾ ആദ്യം വാൾട്ടർ അതേന്ന് പറഞ്ഞിട്ട് പിന്നെ സ്റ്റേറ്റ്മെന്റ് മാറ്റി ഇല്ലല്ല ഞാൻ വീട്ടിലേക്കല്ല പോയത്, എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് എന്നിങ്ങനെ പറയുന്നതും ഈ ഒരു കാര്യം കേൾക്കുമ്പോഴത്തേക്കും ആ ഒരു പോലീസുകാരന് ഹീറോയോട് ചില സംശയങ്ങൾ തോന്നാൻ തുടങ്ങും. കാരണം വേറെ ഒന്നുമല്ല, നടന്ന ഒരു കാര്യം പറയുമ്പോഴത്തേക്കും എപ്പോഴും തെറ്റേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ ഇപ്പോൾ നമ്മുടെ ഹീറോ മാറ്റി മാറ്റി ഓരോ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കാണ് ആ ഒരു പോലീസുകാരന് സംശയം വരുന്നത്. അപ്പോഴേക്കും പോലീസുകാരൻ ചോദിക്കും ഓക്കെ ശരി, നിങ്ങൾ ഏത് ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് പോയത്, അയാളുടെ പേര് പറയുമ്പോൾ ഇവിടെയാണ് നമുക്ക് മറ്റൊരു കാര്യം മനസ്സിലാവുന്നത്. നമ്മുടെ ഹീറോ വാൾട്ടർ ഉണ്ടല്ലോ, വാൾട്ടർ പോയിട്ടുള്ളത് എല്ലിയുടെ വീട്ടിലേക്കാണ് അവളെ കാണാൻ വേണ്ടിയിട്ട്. അവിടെ ചെന്നിട്ട് ഇവർ രണ്ടുപേരും തമ്മിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്തു. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം ഈ ഒരു പോലീസുകാരനോട് പറഞ്ഞു തീർന്നതിന് ശേഷം സ്റ്റേഷനിൽ നിന്ന് നേരെ പോകുന്നത് എല്ലിയെ കാണാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അവിടെ ചെന്നിട്ട് നടന്ന കാര്യങ്ങളെല്ലാം അവളോട് പറയുമ്പോഴത്തേക്കും അവൾ പറയും നിനക്ക് വേറെ ഒന്നും പറയാൻ കിട്ടിയില്ല, എന്നെ എന്തിനാ ഇതിനിടയിലേക്ക് വലിച്ചിട്ട് ഇനിയിപ്പോൾ പോലീസുകാർ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താ പറയണ്ടേ എന്നെല്ലാം ചോദിക്കുന്നത്. വാൾട്ടർ പറയും നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്, ഞാനാണോ ഇനിയിപ്പോൾ അവളെ കൊന്നത്, അവർ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ച് ചോദ്യം ചെയ്തു, അത്ര മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നീ കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എന്നെല്ലാം പറയുന്നതും. അടുത്ത ദിവസം നമ്മുടെ കണ്ണാടിയെ കാണിക്കുമ്പോഴത്തേക്കും തൻ്റെ ഭാര്യ എവിടെയാണോ മരിച്ചു കിടന്നത് അതേ സ്ഥലത്ത് തന്നെ നമ്മുടെ വാൾട്ടറിൻ്റെ ഭാര്യയെ മരിച്ചു കിടന്നതെന്നുള്ള കാര്യം ന്യൂസിലൂടെ അവൻ അറിഞ്ഞിട്ട് നമ്മുടെ വാൾട്ടർ അവൻ്റെ ഷോപ്പിലേക്ക് വരുമ്പോഴത്തേക്ക് അവൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒരു പേപ്പറിൽ എഴുതി കൊടുത്തിരുന്നല്ലോ. അത് നമ്മുടെ കണ്ണാടി എടുത്ത് നോക്കുമ്പോഴത്തേക്കാണ് അവൻ നോക്കുന്ന അതേ സമയത്ത് തന്നെ ആ ഒരു പോലീസുകാരനും അവൻ്റെ കടയിലേക്ക് ഇങ്ങനെ കയറി വരുന്നു. അങ്ങനെ പോലീസുകാരൻ വരുന്നത് കാണുന്നതും കണ്ണാടി വെട്ടുന്നത് ആ ഒരു സ്ലിപ്പ് അവൻ്റെ പോക്കറ്റിലേക്ക് ഒളിപ്പിച്ചു വയ്ക്കുന്നതും. പോലീസ് നേരെ കണ്ണാടിയുടെ അടുത്തേക്ക് വന്നിട്ടാണ് അല്ല നിന്റെ ഭാര്യ മരിച്ചു കിടന്ന അതേ സ്ഥലത്ത് ഇപ്പോൾ മറ്റൊരു സ്ത്രീ മരിച്ചിട്ടുണ്ട്, അതിനെപ്പറ്റി നിനക്ക് എന്തെങ്കിലും അറിയാമെന്ന് ചോദിക്കുമ്പോൾ ആ സാർ ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്, ന്യൂസ് പേപ്പറിൽ ഇപ്പോഴാണ് കണ്ടത്. അല്ല ഈ ഒരു കാര്യം എന്തിനാ എന്നോട് വന്ന് ചോദിക്കുന്നേ, അത് വേറെ ഒന്നുമല്ല, നിന്റെ ഭാര്യ മരിച്ചതുപോലെ തന്നെ വാൾട്ടർ എന്ന് പറഞ്ഞ അയാളുടെ ഭാര്യയെ മരിച്ചു, അതിനെപ്പറ്റി നിനക്ക് എന്തെങ്കിലും അറിയാവോ ഇല്ലെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നത് എന്നെല്ലാം ചോദിക്കുന്നതും എനിക്കൊന്നും അറിയത്തില്ല സാർ, നിങ്ങളല്ലേ പോലീസ്, ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടുപിടിക്കുക എന്ന് പറയുന്നതും ആ ഒരു പോലീസുകാരെ ശരി അത് ഞാൻ തന്നെ കണ്ടുപിടിക്കാമെന്നും പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോവാണ്. അതേസമയം ഇവിടെ ക്ലാരയുടെ ഫ്യൂണറൽ നടക്കുന്ന സമയത്ത് വാൾട്ടർ ആണെങ്കിൽ നല്ല രീതിയിൽ വിഷമിച്ച് കരയുന്നുണ്ട് എന്നെല്ലാം പറയുന്നതും. അത് കഴിഞ്ഞ് വാൾട്ടർ തൻ്റെ ഫ്രണ്ടിനോട് ഇങ്ങനെ സംസാരിക്കുകയാണ്, എൻ്റെ ഭാര്യ മരിച്ചുപോയെന്നെല്ലാം പറഞ്ഞിട്ട് സംസാരിക്കുമ്പോഴത്തേക്കും ആ ഫ്രണ്ട് ആണെങ്കിലും നമ്മുടെ ഹീറോയെ സമാധാനപ്പെടുത്തുന്നുണ്ട്. അതേസമയം തന്നെ നമ്മുടെ പോലീസുകാരനാണെങ്കിൽ 2 സ്ത്രീകളും മരിച്ച ആ ഒരു സ്ഥലത്ത് നിന്നിട്ട് ആരായിരിക്കും കൊലയാളി എന്നുള്ള രീതിയിൽ അവനും നല്ല രീതിയിൽ അന്വേഷിക്കുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് 1-2 ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വാൾട്ടറിന്റെ വീട്ടിൽ നിൽക്കുന്ന ആ ഒരു ജോലിക്കാരുണ്ടല്ലോ അവർക്കിപ്പോൾ നല്ല പേടിയായി. വേറെ ഒന്നുമല്ല, നമ്മുടെ വാൾട്ടറാണ് ചിലപ്പോൾ ക്ലാരയെ കൊന്നതെന്ന് വിചാരിച്ചിട്ട് അവർക്കും ചെറിയൊരു പേടിയുണ്ട്. അതുകൊണ്ട് ജോലിക്ക് നിൽക്കുന്നില്ല എന്നും പറഞ്ഞിട്ട് അവരും വീട്ടിൽ നിന്ന് പോവാണ്. അപ്പോഴേക്കും വാൾട്ടർ ചോദിക്കുന്നുണ്ട് അല്ല എന്തു പറ്റി, നിങ്ങൾക്ക് പണം എന്തെങ്കിലും ആവശ്യമുണ്ടോ, എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം, ഇവിടെ തന്നെ നിന്നോട് ചോദിക്കുമ്പോൾ പ്ലീസ് എനിക്കൊണ്ട് കഴിയത്തില്ല, എനിക്ക് നല്ല പേടിയാവുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന അതേ സമയം വീട്ടിലേക്ക് 1-2 പോലീസുകാർ ഇങ്ങനെ വരുന്നു. അങ്ങനെ പോലീസുകാർ വന്ന് വാൾട്ടറിനെ പിടിച്ചിട്ട് നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്കാണ് ഇവിടെയാണ് ഒരു 1-1.5 ഷോക്ക്. വേറൊന്നുമല്ല, നമ്മുടെ ഹീറോ ക്ലാരയെ ഫോളോ ചെയ്ത് പോയിട്ട് ഒരു ഹോട്ടലിൽ വണ്ടി നിർത്തുമ്പോഴത്തേക്കും അതിനകത്ത് ചെന്നിട്ട് അവിടെ ഒരു മുട്ടയോട് ഈ ഒരു വണ്ടി എപ്പോൾ എടുക്കുമെന്ന് ചോദിക്കുമല്ലോ, ആ ഒരു മുട്ട ഇപ്പോൾ പോലീസിനോട് വന്നിട്ട് നമ്മുടെ ഹീറോ അവിടെ വന്ന് തന്നോട് ഈ ഒരു കാര്യം ചോദിച്ചായിട്ട് പറഞ്ഞിരുന്നു. അതനുസരിച്ചാണ് ഹീറോയെ അവർ പിടിച്ചുകൊണ്ട് വന്നിട്ടുള്ളത്. അങ്ങനെ ആ ഒരു മുട്ട അവിടെ നിന്ന് പോകുന്നത് ഹീറോ ചോദിക്കും ഇല്ല ഇപ്പോൾ പറയും സാർ, കഴിഞ്ഞ തവണ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതിനിടയ്ക്ക് ഈ ഒരു കാര്യം മാത്രം എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും അതൊന്നുമില്ല, പ്രത്യേകിച്ച് അങ്ങനെ പറയാൻ എന്താ, എൻ്റെ ഭാര്യ മരിച്ച ആ ഒരു വിഷമത്തിൽ ഞാൻ അതൊന്നും പെട്ടെന്ന് ഓർത്തില്ല. സത്യത്തിൽ അന്ന് എന്താ സംഭവിച്ചെന്നറിയോ, എൻ്റെ ഭാര്യയും ഞാനുമായിട്ട് നല്ല ഇതിൽ വഴക്കുണ്ടായിരുന്നു, അത് കാരണമാണ് അവൾ ബസ് വിളിച്ച് അവളുടെ നാട്ടിലേക്ക് പോയത്, അവളെ സമാധാനപ്പെടുത്താമെന്ന് പറഞ്ഞിട്ട് ഞാനും അവളുടെ പുറകെ പോയി, പക്ഷേ പോയിട്ടും എനിക്ക് അവളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ചു വന്നിരുന്നു എന്നെല്ലാം നമ്മുടെ വാൾട്ടർ പറയുമ്പോഴത്തേക്ക് ആ ഒരു പോലീസുകാരൻ ഇത്രയും കേട്ടിട്ടും വലിയ ഇതിൽ വിശ്വസിക്കുന്നില്ല. ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് വാൾട്ടറിനെ പറഞ്ഞു വിടും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വാൾട്ടർ നേരെ വീട്ടിലേക്ക് വന്ന് എല്ലിയെ വീട്ടിലേക്ക് വിളിച്ചിട്ട് അവളോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്ക് ആ ഒരു പോലീസുകാരൻ വീണ്ടും ഇവരുടെ വീട്ടിലേക്ക് വരുന്നു. ഇത് കാണുന്നത് നമ്മുടെ ഹീറോ ഇവന് വേറെ പണിയൊന്നുമില്ലേ, ശരി ഇനിയിപ്പോൾ എല്ലിയെ കണ്ടു കഴിഞ്ഞാൽ അതും പറഞ്ഞിട്ട് എന്തെങ്കിലും സംശയം എൻ്റെ മേളിൽ തോന്നിക്കഴിഞ്ഞാൽ അതുകൊണ്ട് എല്ലിയെ ഒളിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് അവളെ ഒരിടത്തേക്ക് ഒളിപ്പിച്ച് നിർത്തി. അതുകൊണ്ട് എല്ലിയെ ആ ഒരു ബേസ്മെന്റിലേക്ക് പറഞ്ഞു വിട്ട് അവൾക്കാണെങ്കിൽ മദ്യം ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചുകൊണ്ട് വന്നിരുന്നു. 2 ഗ്ലാസ് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും പോലീസിന് സംശയമാവും. അതുകൊണ്ട് ഒരു ഗ്ലാസ് എടുത്ത് നേരെ ടേബിളിന് മുകളിലേക്ക് വെച്ചിട്ട് ഓടി വന്ന് ഡോർ തുറക്കുന്നതും പോലീസുകാരൻ കറക്റ്റായിട്ട് ടേബിളിന് മുകളിൽ വെച്ചിരിക്കുന്ന ആ ഒരു ഗ്ലാസ്സിനടുത്തേക്ക് തന്നെ വരുന്നു. അതുകൊണ്ട് തന്നെ പോലീസുകാരന് നല്ല സംശയമായി. അപ്പോൾ വാൾട്ടർ ചോദിക്കും അല്ല നിങ്ങളുടെ വീട് കാണാൻ നല്ല മനോഹരമായിട്ടുണ്ട്, നിങ്ങളുടെ ആർക്കിടെക്റ്റും കൂടിയാണ്, നല്ലതുപോലെ തന്നെ വീട് കെട്ടുമെന്ന് എനിക്കറിയാം, അല്ല വീടൊന്ന് ചുറ്റി കണ്ടോട്ടെ എന്നെല്ലാം ചോദിക്കുമ്പോൾ
വാൾട്ടർ പറയും അതിനെന്താ കുഴപ്പം, വാ നമുക്ക് ബാക്ക് സൈഡിലെല്ലാം കാണാമെന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോഴത്തേക്കും പോലീസുകാരനാണെങ്കിൽ ബേസ്മെന്റിലേക്ക് പോകുന്ന വാശി പിടിച്ച് നേരെ താഴേക്കിറങ്ങി ചെല്ലുകയാണ്. അങ്ങനെ ബേസ്മെന്റിലേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും ഭാഗ്യത്തിന് എല്ലി വേറെ എവിടെയാണ് വിളിച്ചിരിക്കുന്നത്. അതുമല്ല നമ്മുടെ ഹീറോ ആണെങ്കിൽ ഈ ക്രൈം നോവലുകളെല്ലാം എഴുതുന്നതിന് വേണ്ടിയിട്ട് ന്യൂസ് പേപ്പർ കട്ടിങ് എല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. അതിപ്പോൾ ഈ ഒരു പോലീസുകാരൻ കണ്ട് അല്ല ഇതെല്ലാം നിങ്ങളെന്തിനാ എടുത്തു വെച്ചേക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നതും, അതുമല്ല അതിനകത്ത് ആ കണ്ണാടിക്കാരൻ്റെ ഭാര്യ മരിച്ച ആ ഒരു ന്യൂസ് കൊണ്ട്, അതുപോലെ ഇതിനു മുന്നേ നമ്മുടെ പോലീസുകാരൻ ചോദിച്ചിരുന്നു നിങ്ങളുടെ ഭാര്യ മരിച്ചു കിടന്നിടത്ത് ഇതിനു മുന്നേ ഒരു സ്ത്രീ മരിച്ചിരുന്നു, അതിനെപ്പറ്റി എന്തെങ്കിലും അറിയാവുന്നു. പക്ഷെ ആ ഒരു സമയത്ത് വാൾട്ടർ അവനോട് അറിയത്തില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ ഈ ഒരു ന്യൂസ് അവനെടുത്ത് വെച്ചിരിക്കുന്നത് കാണുമ്പോഴത്തേക്കും ആ ഒരു കാര്യം അറിഞ്ഞിട്ടും അറിയില്ല എന്ന് പറഞ്ഞതുപോലെയല്ലേ ആവത്തുള്ളൂ. അപ്പോൾ അതിനെപ്പറ്റി ആ ഒരു പോലീസുകാരൻ ചോദിക്കുമ്പോൾ നമ്മുടെ വാൾട്ടർ പറയും ഇതേപോലെ ഞാനൊരു നോവലൊക്കെ എഴുതുന്ന ഒരാളാണ്, അതുകൊണ്ട് എനിക്ക് കഥയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഇതേപോലെ ന്യൂസ് പേപ്പർ കട്ടിങ് എല്ലാം കളക്ട് ചെയ്ത് വെക്കും, അല്ലാതെ വേറെ ഒന്നുമില്ല എന്നെല്ലാം പറഞ്ഞ് ഒരു വിധത്തിൽ ആ ഒരു പോലീസുകാരനെ പറഞ്ഞുവിടും. അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത ദിവസം എല്ലിനെ അവന്റെ സുഹൃത്തിനെ വീട്ടിലേക്ക് വിളിച്ചിട്ട് ആ ഒരു പോലീസുകാരൻ തന്നെ സംശയിക്കുന്ന ആയിട്ടുള്ള ഒരു കാര്യം ഇവരോട് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ആ ഒരു സുഹൃത്ത് പറയും ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ നമുക്ക് പോയിട്ട് ആ ഒരു ജഡ്ജിനെ കണ്ടാലോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും സഹായം കിട്ടുമെന്ന് പറയുമ്പോൾ വാൾട്ടർ പറയും ഹേയ് അതൊന്നും വേണ്ട, നമ്മൾ തന്നെ പോയിട്ട് ഒരാളോട് ഹെൽപ്പ് ചോദിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അയാൾക്ക് നമ്മൾ ഈ ഒരു കേസിൽ എന്തോ ബന്ധമുണ്ടെന്നേ സംശയിക്കത്തുള്ളൂ. ഞാനാണെങ്കിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ആരെയും കൊന്നിട്ടില്ല, അതുകൊണ്ട് ഇനി എന്തായാലും നടക്കുന്നത് നടക്കട്ടെ, ഞാൻ നോക്കിക്കോളാം എന്ന് നമ്മുടെ ഹീറോ പറയുന്നത്. എല്ലിക്ക് ഇതെല്ലാം കാണുമ്പോഴത്തേക്കും ഒരുപക്ഷെ അവളും ഈ ഒരു പ്രശ്നത്തിൽ പെട്ടുപോയി കഴിഞ്ഞാൽ എന്നുള്ള ആ ഒരു പേടി എല്ലിക്കുണ്ട്. ആ ഒരു പേടിയോടെ തന്നെ അവൾ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അതേസമയം സ്റ്റേഷനിൽ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ പോലീസുകാരൻ ഇപ്പോൾ ചീഫിനോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചീഫ് ഈ ഒരു 2 കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ളതും ആരാണെന്ന് എനിക്കറിയാം. ആദ്യത്തെ കൊലപാതകം ആ ഒരു കണ്ണാടി അവൻ്റെ ഭാര്യ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് അവൻ അവളെ കൊന്നത്. അവൻ എങ്ങനെയാണ് അവൻ്റെ ഭാര്യയെ കൊന്നത് അതേപോലെ തന്നെ കോപ്പി ചെയ്തിട്ടാണ് രണ്ടാമത്തെ കൊലപാതകവും നടന്നിട്ടുള്ളത്. അതാണ് വാൾട്ടറും ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത് തെളിയിക്കാനായിട്ട് എൻ്റെ കയ്യിൽ വ്യക്തമായിട്ടുള്ള ഒരു തെളിവില്ല, അത് മാത്രമേ ഉള്ളൂ. അത് എത്രയും പെട്ടെന്ന് ഞാൻ കണ്ടുപിടിക്കും, എനിക്ക് കുറച്ച് സമയം തന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞ് ആ ഒരു പോലീസുകാരനെ ഇപ്പോൾ നമ്മുടെ വാൾട്ടറിനെ വിളിച്ചിട്ട് നേരെ ആ ഒരു കണ്ണാടിയുടെ കടയിലേക്ക് പോവാണ്. അപ്പോൾ കണ്ണാടിയും വാൾട്ടറും ഇതിനു മുന്നേ കണ്ടിട്ടുള്ളതെന്നുള്ള കാര്യം അവർക്ക് രണ്ടുപേർക്കും മാത്രമേ അറിയത്തുള്ളൂ, പോലീസിന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ കണ്ണാടി വാൾട്ടറിനെ കാണുമ്പോഴത്തേക്കും ആദ്യമായിട്ട് കാണുന്നത് പോലെ പെരുമാറുന്നു. അപ്പോൾ പോലീസുകാരൻ വന്നിട്ട് കണ്ണാടിയോട് പറയും കണ്ണാടി സാർ, നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഈ ഒരാളെ നിങ്ങൾക്ക് അറിയോ, നിങ്ങളുടെ ഭാര്യ മരിച്ചു കിടന്ന അതേ സ്ഥലത്ത് മറ്റൊരു സ്ത്രീ മരിച്ചെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നില്ലേ, ആ ഒരു സ്ത്രീയുടെ ഭർത്താവാണിത്. നിന്റെ ഭാര്യ മരിച്ച ആ ഒരു ന്യൂസ് എല്ലാം ഇവ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ദൈവന്റെ മുഖം നല്ലതുപോലെ നോക്ക്, നിന്റെ ഭാര്യയെ കൊന്നതുപോലെ തന്നെ അവന്റെ ഭാര്യയും അവൻ കൊന്നു, അങ്ങനെയല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നതും നമ്മുടെ കണ്ണാടി പറയും സാർ നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് എനിക്കറിയത്തില്ല, കച്ചവട സമയമാണ്, എന്നെ ശല്യപ്പെടുത്താതെ ഒന്ന് പോകാൻ കഴിയുമെന്ന് ചോദിച്ച് അവർ രണ്ടുപേരെ പറഞ്ഞു വിടാണ്. അങ്ങനെ അത് കഴിഞ്ഞ് വാൾട്ടർ എല്ലിയെ കണ്ണാടി ചെല്ലുമ്പോഴത്തേക്കും എല്ലിക്കാണെങ്കിൽ ഇപ്പോൾ ഹീറോയുടെ മേലിൽ നല്ല സംശയം അവൻ്റെ ഭാര്യയെ കൊന്നത് അവനാണെന്ന് പറഞ്ഞിട്ട്. കാരണം ഒരു ദിവസം ഇവർ രണ്ടുപേരും സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ വാൾട്ടർ പറയുന്നുണ്ടായിരുന്നു എൻ്റെ ഭാര്യ മാത്രം എൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് അത്രയും സമാധാനം ഉണ്ടായിരുന്നു. സോ ഇത് കാരണം വെച്ചിട്ട് തന്നെയാണ് എല്ലി പറയുന്നത് നീ ആയിരിക്കും നിൻ്റെ ഭാര്യയെ കൊന്നിട്ടുള്ളതെന്ന്. അപ്പോൾ വാൾട്ടർ ആയാലും സത്യമെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്, എന്നിരുന്നാലും അവൾ വിശ്വസിക്കുന്നില്ല. അങ്ങനെ നമ്മുടെ വാൾട്ടർ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് വീണ്ടും കണ്ണാടിയുടെ ഷോപ്പിലേക്ക് ചെല്ലുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ ആ ഒരു പോലീസുകാരൻ ചോദിക്കുമ്പോൾ എന്നെ അറിഞ്ഞില്ല എന്ന് നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ, അതിനൊരു താങ്ക്സ് പറയാൻ വേണ്ടിയിട്ടാണ്. അതുമാത്രമല്ല എൻ്റെ ഭാര്യ മരിച്ചതിന് കാരണം ഞാനാണെന്നുള്ളൊരു ഗിൽറ്റി ഫീലിംഗ് എനിക്കുണ്ട് എന്നിങ്ങനെ പറയുന്നത്. ഇവർ രണ്ടുപേരും സംസാരിക്കുന്ന ആ ഒരു കാര്യം നമ്മുടെ ആ ഒരു ചെറിയ പയ്യൻ അവനിങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വാൾട്ടർ കണ്ണാടിയെ ചോദിക്കും അല്ല എനിക്കുള്ള അതേ ഫീലിംഗ് നിങ്ങൾക്കും ഇല്ലേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്തോ എന്ന് പറയുമ്പോൾ വെറുതെ ഭ്രാന്ത് പിടിച്ചതുപോലെ എന്തെങ്കിലും ഒന്ന് പറയാതെ മര്യാദയ്ക്ക് ഇവിടുന്ന് പോകാനായിട്ട് പറഞ്ഞ് ഹീറോയെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. അങ്ങനെ ഹീറോ അവിടെ നിന്ന് പോകുന്നതും അതേ സ്ഥലത്ത് തന്നെ നമ്മുടെ പോലീസുകാരനുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെന്നുള്ള കാര്യം പോലീസുകാരന് ഇതിനു മുന്നേ അറിയത്തില്ല. പക്ഷേ ഇപ്പോൾ ഹീറോ ഇവിടേക്ക് വന്നിട്ട് പോകണമെന്നുണ്ടെങ്കിൽ രണ്ടുപേരും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട് പോലീസുകാരൻ നേരെ ആ ഒരു കണ്ണാടിയുടെ ഷോപ്പിലേക്ക് വന്നിട്ടാണ് കണ്ണാടിയെ പിടിച്ചൊരു റൂമിലേക്ക് കൊണ്ടുവന്ന് 4 ഇതിൽ ഇടിച്ചിട്ടാണ് പറയുന്നത് നിന്റെ ഭാര്യയെ കൊന്നിട്ട് അത് ചോദിക്കുമ്പോഴത്തേക്ക് ഞാനില്ലാന്ന് കള്ളവും പറയുന്നു. എന്നാലും നിന്റെ വായിൽ നിന്ന് ഞാൻ സത്യം മനസ്സിലാക്കും, അതുവരെ നിന്നെ ഡെയിലി ഞാൻ ഇതേപോലെ ടോർച്ചർ ചെയ്യും എന്നും പറഞ്ഞ് പോലീസുകാരൻ അവിടെ നിന്ന് പോകുമ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം ആ ഒരു ചെറിയ പയ്യൻ അവിടെ നിന്ന് കാണുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ചെറിയ പയ്യനും നമ്മുടെ കണ്ണാടിയോട് ഒരു സംശയം തോന്നി തുടങ്ങി, അവൻ്റെ ഭാര്യയെ കൊന്നത് അവനായിരിക്കുമോ, ഇനി അത് അറിഞ്ഞു വെച്ചിട്ട് ഞാൻ അവനെ വെറുതെ സപ്പോർട്ട് ചെയ്യാണോ എന്നുള്ളൊരു കുറ്റബോധം കാരണം അവനും ഇപ്പോൾ കണ്ണാടിയെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങാണ്. അപ്പോൾ പോലീസുകാരൻ ഇവനെ സംശയിക്കുന്നു, അതേപോലെ തന്നെ കൂടെയുള്ള ആ ഒരു ചെറിയ പയ്യൻ അവനും ഇവനെ സംശയിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണാടി എന്തായാലും ഈ ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോയിട്ട് ജോലി ചെയ്യാമെന്നും പറഞ്ഞ് പോകാനായിട്ട് തീരുമാനിക്കുമ്പോഴത്തേക്ക് അവൻ്റെ കയ്യിൽ പണമില്ല. അതുകൊണ്ട് തന്നെ ഹീറോ അവൻ്റെ കടയിലേക്ക് വരുമ്പോഴത്തേക്കും പേരും അഡ്രസ്സെല്ലാം എഴുതി കൊടുത്തിരുന്നല്ലോ, ആ ഒരു അഡ്രസ്സ് കണ്ടുപിടിച്ച് ഹീറോയുടെ വീട്ടിലേക്ക് ഇപ്പോൾ ചെല്ലുകയാണ്. എന്നിട്ട് എനിക്ക് ഇത്തിരി പണം വേണമെന്ന് ഇങ്ങനെ ആവശ്യപ്പെടുന്നതും സാധാരണ രീതിയിലല്ല ചോദിക്കുന്നത്, ഇവൻ എഴുതി കൊടുത്ത ആ ഒരു അഡ്രസ്സും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഇവനെ ഭീഷണിപ്പെടുത്താണ്.
ഞാൻ ചോദിക്കുന്ന പണം ഇപ്പോൾ നീ എനിക്ക് തന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇതും കൊണ്ട് നേരെ സ്റ്റേഷനിലേക്ക് പോയിട്ട് നീ എൻ്റെ ഷോപ്പിലേക്ക് ഇതിന് മുന്നേ വന്നിട്ടുണ്ടെന്ന് ഞാൻ അവരോട് പറയും. അങ്ങനെയാണെങ്കിൽ അവർ വിചാരിക്കും എൻ്റെ ഭാര്യ എങ്ങനെയാണോ മരിച്ചത് അത് തന്നെ ഇൻസ്പിറേഷനായിട്ട് വെച്ച് നിന്റെ ഭാര്യയെ നീ കൊന്നു എന്നവർ വിശ്വസിക്കാൻ തുടങ്ങും. എന്നുള്ള രീതിയിൽ നമ്മുടെ കണ്ണാടി ഹീറോയെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതും അടുത്ത സീനിൽ കാണിക്കുമ്പോൾ നമ്മുടെ വാൾട്ടർ നേരെ ആ ഒരു പോലീസുകാരനെ കാണാൻ ചെന്നിട്ടാണ്, സാർ ഞാൻ എല്ലാ കാര്യങ്ങളും പറയാം. നിങ്ങൾ സംശയിക്കുന്ന ആ ഒരു കണ്ണാടിയില്ലേ, അയാളുടെ കടയിൽ ഞാൻ ഇതിനു മുന്നേ പോയിട്ടുണ്ട്. ഞാനൊരു കഥ എഴുതുന്ന ആളായതുകൊണ്ട് അയാളുടെ ഭാര്യ മരിച്ചത് എങ്ങനെയാണെന്ന് ഒരു കഥയായിട്ട് എഴുതാം. അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് അയാളുടെ ഷോപ്പിലേക്ക് ഞാൻ പോയത്. അതുമല്ല അവിടെ വെച്ചിട്ടാണെങ്കിൽ എൻ്റെ അഡ്രസ്സും മറ്റു കാര്യങ്ങളും ഒരു കാരണം കൊണ്ട് ഞാൻ എഴുതി കൊടുക്കുകയും ചെയ്തു. ഇപ്പം ആ ഒരു സ്ലിപ്പ് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്താണ് അവൻ ചോദിക്കുന്ന പണം അവന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്. അതുമല്ല ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആദ്യം മുതലേ ഞാൻ എല്ലാ കാര്യങ്ങളും മാറ്റി പറയാൻ കാരണം ആ ഒരു കണ്ണാടിക്കാരൻ്റെ ഭാര്യ മരിച്ചതിന് ശേഷം ആ ഒരു ന്യൂസ് പേപ്പർ കട്ടിങ് എല്ലാം ഞാൻ കളക്ട് ചെയ്ത് വെച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ അയാളുടെ ഭാര്യയെ കൊന്നത് അയാളാണെന്ന് എനിക്ക് നല്ല രീതിയിൽ സംശയം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇരിക്കുന്ന ഒരു അവസരത്തിൽ എൻ്റെ ഭാര്യ പോയ ആ ഒരു ബസ്സിനെ ഞാൻ ഫോളോ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ സംശയിക്കത്തില്ലേ? ആ ഒരു പേടി കൊണ്ടാണ് ഞാനെല്ലാം മാറ്റി പറഞ്ഞത്. അതുകൊണ്ട് പ്ലീസ് എന്നെ രക്ഷപ്പെടുത്തണമെന്ന് പറയുമ്പോൾ ആ പോലീസുകാരൻ പറയും, ഓക്കെ ശരി, നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സ്റ്റേഷനകത്തേക്ക് പോയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതിത്താ എന്നിങ്ങനെ പറയുമ്പോൾ അത് എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട് ഹീറോ നേരെ അകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് അതിനകത്ത് ആ ഒരു ചെറിയ പയ്യനുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ അവനൊരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമ്പോഴത്തേക്കും ആ ഒരു കണ്ണാടി തിയേറ്ററിനകത്താണ് ഉണ്ടായിരുന്നെന്നുള്ള കാര്യം അവൻ കൊടുത്തിരുന്നല്ലോ. അതുമല്ല ഇപ്പോഴാണെങ്കിൽ അവന് നല്ല രീതിയിൽ സംശയമുണ്ട്. അതുകൊണ്ട് അവൻ അത് മാറ്റി കൊടുക്കാനായിട്ട് വന്നതാണ്. അവൻ തിയേറ്ററിനകത്തേക്ക് വരുന്ന സമയത്താണ് ഞാൻ അവനെ കണ്ടത്. പിന്നീട് അവൻ എപ്പോഴാണ് പോയതെന്നുള്ള കാര്യം ഞാൻ കണ്ടില്ല എന്നാണ് ഇപ്പോൾ അവൻ മാറ്റി കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഈ ഒരു കാര്യം മനസ്സിലാവുന്നത് നമ്മുടെ വാൾട്ടർ ആണെങ്കിലും സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ പോലീസുകാരനെ കാണിക്കുകയാണ്. അവനിപ്പോൾ അവർ കണ്ണാടിയെ മീറ്റ് ചെയ്തിട്ട്, ഏയ് നീ വാൾട്ടറിനെ പോയി കണ്ടതും അവനെ ബ്ലാക്ക് മെയിൽ ചെയ്തതും എല്ലാ കാര്യങ്ങളും അവൻ എന്നോട് പറഞ്ഞു. അതേപോലെ തന്നെ നിന്നോടൊപ്പം ജോലി ചെയ്യുന്ന ആ ഒരു ചെറിയ പയ്യൻ അവനും അവൻ്റെ സ്റ്റേറ്റ്മെന്റ് മാറ്റിയിട്ടുണ്ട്. ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ 2 സ്ത്രീകളെ കൊന്നത് നീയാണെന്ന് കൺഫേം ആവും. പിന്നെ വാൾട്ടറിന്റെ കാര്യം അവനാണെങ്കിൽ പേടിക്കാനൊന്നുമില്ല. അവനൊരു പണക്കാരനാണ്. ഒരുപാട് ആളുകളെ അവനറിയാം. അത് വെച്ചിട്ട് അവൻ എന്തായാലും ഈ ഒരു കേസിൽ നിന്നും ഈസി ആയിട്ട് ഊരിപ്പോവും. അതുകൊണ്ട് നീ ആയിട്ട് സത്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അതായിരിക്കും നല്ലത്. നിന്റെ ശിക്ഷാ കാലാവധി അത്രയും കുറഞ്ഞു കിട്ടും എന്ന് പറഞ്ഞിട്ട് പോലീസുകാരൻ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ പോലീസുകാരൻ പോയതിനു ശേഷമാണ് നമ്മുടെ കണ്ണാടി ഇപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിച്ച് നോക്കുന്നത്. ഇവിടെയാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത്. എന്താണെന്ന് വെച്ചാൽ ആ ഒരു കണ്ണാടിയുടെ ഭാര്യയെ കൊന്നിട്ടുള്ളത് കണ്ണാടിക്കാരൻ തന്നെയാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ കണ്ണാടിക്കാരനാണെങ്കിൽ നല്ല ഭംഗിയായിട്ടൊന്നുമല്ല, പക്ഷെ അവൻ്റെ ഭാര്യയാണെങ്കിലോ അവനെയും കാട്ടി സൂപ്പറാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ ഭാര്യ കൂടുതലായിട്ടും അവൻ അവോയ്ഡ് ചെയ്യാണ് ചെയ്യുന്നത്. പലയിടങ്ങളിലും കണ്ണാടി അവൻ്റെ ഭാര്യയോടൊപ്പം പോകുമ്പോഴത്തേക്കും നീ എന്നോടൊപ്പം എന്തിനാ വരുന്നത് എന്നെല്ലാം പറഞ്ഞിട്ട് ഇവനെ ഒരുപാട് കുറച്ച് കാണും. അത് കാരണം നല്ല ദേഷ്യമായിട്ട് നമ്മുടെ കണ്ണാടി ഒരു ദിവസം അവൻ്റെ ഭാര്യ അവളുടെ നാട്ടിലേക്ക് പോകുന്ന വഴിക്ക് നമ്മുടെ വാൾട്ടർ എങ്ങനെയാണ് ക്ലാര പോയ ആ ഒരു ബസ്സിനെ ഫോളോ ചെയ്തത്, അതേപോലെ തന്നെ അവൻ്റെ ഭാര്യ പോയ ആ ഒരു ബസ്സിനെ ഇവൻ ഫോളോ ചെയ്ത് അതേ സെയിം ഹോട്ടലിൽ ബസ് നിൽക്കുന്നതും അവൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് ചെന്നിട്ട് അവളോട് തനിയെ ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞ് അവളെ ഒറ്റയ്ക്ക് വിളിച്ചുകൊണ്ടുപോയി കൊല്ലുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു ഫ്ലാഷ് ബാക്ക് ഇപ്പോൾ കാണിച്ച് തീരുന്നതും ഇപ്പോൾ നമ്മുടെ വാൾട്ടറിനെ കാണിക്കുമ്പോൾ അവൻ എന്തോ ഒരു കാര്യം ഇങ്ങനെ ആലോചിക്കുകയാണ്. ക്ലാരയ്ക്കും വാൾട്ടറിന് ആ ഒരു വഴക്ക് സംഭവിക്കുമ്പോൾ വാൾട്ടർ പറയുന്നുണ്ടല്ലോ നമുക്ക് രണ്ടുപേർക്കും ഡിവോഴ്സ് ചെയ്യാമെന്ന്. അപ്പോഴേക്കും ക്ലാര പറയുന്നുണ്ട്, നീ എന്നെ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നീയാണ് എന്നെ കൊന്നതെന്നും പറഞ്ഞിട്ട് ഞാൻ മരിക്കുമെന്നും. ആ ഒരു കാര്യം ഹീറോയിൻ ആലോചിച്ച് നോക്കുമ്പോൾ അവള് ബസ് കയറുന്ന സമയത്തിന് മുന്നേ അവളുടെ മുഖം കാണുമ്പോഴത്തേക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്ലാരയെ വേറെ ആരും കൊന്നിട്ടില്ല. ആ ഒരു ഹോട്ടലിൽ ബസ് നിർത്തുന്ന സമയത്ത് വാൾട്ടർ അവളെ ഡിവോഴ്സ് ചെയ്യുന്നുള്ള ആ ഒരു ടെൻഷനില്ലേ അവൾ തന്നെ ആ ഒരു പാലത്തിന് മുകളിൽ നിന്നും താഴേക്ക് ചാടി മരിക്കുമായിരുന്നു. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നമ്മുടെ വാൾട്ടർ ഓഫീസിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ വാൾട്ടറിന്റെ പുറകെ തന്നെ ആ ഒരു കണ്ണാടിയും വരുന്നുണ്ട്. പക്ഷെ ഇവര് രണ്ടുപേരും അറിയാതെ പോലീസുകാർ ഇവരെ രണ്ടുപേരും ഫോളോ ചെയ്തും വരുന്നുണ്ട്. കാരണം വേറെ ഒന്നുമില്ല, നമ്മുടെ കണ്ണാടിയോട് അത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം കണ്ണാടി എന്തായാലും വാൾട്ടറിന്റെ പുറകെ പോകുന്ന ആ ഒരു പോലീസുകാരനെ അറിയാം. അങ്ങനെ ഹീറോയെ ഫോളോ ചെയ്യുന്ന ആ ഒരു കണ്ണാടിയെ പോലീസുകാർ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. അതേസമയം നമ്മുടെ വാൾട്ടർ ആണെങ്കിൽ എല്ലി നിൽക്കുന്ന ആ ഒരു ബാർ ഉണ്ടല്ലോ അവിടേക്ക് ചെന്നിട്ട് അവൾ പാടുന്ന ആ ഒരു പാട്ടെല്ലാം ഇങ്ങനെ ആസ്വദിച്ച് കാണാണ്. അങ്ങനെ നമ്മുടെ വാൾട്ടർ അവിടെ നിൽക്കുമ്പോഴത്തേക്കാണ് വാൾട്ടറിന്റെ പുറകെയായിട്ട് ആ ഒരു കണ്ണാടി നിൽക്കുന്നത് വാൾട്ടർ കാണുന്നത്. അതുമല്ല ഇപ്പോൾ ആ ഒരു കണ്ണാടി ഒരു വല്ലാത്ത രീതിയിൽ വാൾട്ടറിനെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതും ഇവന്റെ മുമ്പിൽ നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല, രക്ഷോട്ട് പോയാൽ മതി എന്നും പറഞ്ഞ് അവിടെ നിന്നും വെളിയിലേക്ക് ഇങ്ങനെ ഇറങ്ങി ഓടുമ്പോൾ അവിടെ നിന്നും വെളിയിലേക്ക് ഇറങ്ങി ഇങ്ങനെ ഓടുന്നതും കണ്ണാടിയാണെങ്കിലും ഹീറോയുടെ പുറകെ തന്നെ വരുന്നു. പോലീസുകാരാണെങ്കിൽ ഇവരെ രണ്ടുപേരും അറിയാതെ അവരുടെ പുറകെ ഇപ്പോഴും വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വാൾട്ടർ ഒരു ബിൽഡിങ്ങിനടുത്തേക്ക് പോയിട്ട് ഇങ്ങനെ ഒളിച്ചു നിൽക്കുന്നതും നമ്മുടെ കണ്ണാടി പതിയെ പതിയെ നടന്ന് ഹീറോ നിൽക്കുന്ന ആ ഒരു സ്ഥലം കണ്ടിട്ട് ഓടി വന്ന് അവൻ്റെ കയ്യിലുള്ള ആ ഒരു കത്തി എടുത്ത് ഹീറോയുടെ വയറ്റിലേക്ക് ഒരു ഒറ്റ കുത്ത്. അപ്പോൾ നീ എന്നെ പോലീസുകാരുടെ കയ്യിൽ പെടുത്തുവല്ലേ എന്ന് പറഞ്ഞ് രണ്ടാമത് കുത്താനായിട്ട് വരുന്നതും അതിനെ മുന്നേ തന്നെ പോലീസുകാർ വന്നിട്ട് നമ്മുടെ കണ്ണാടിയെ ഷൂട്ട് ചെയ്യുകയും ചെയ്യുന്നു. അതേസമയം കുത്തുവാങ്ങി നമ്മുടെ ഹീറോ ആണെങ്കിലോ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് മൂവി സ്റ്റാർട്ട് ചെയ്ത സമയം മുതലുള്ള എല്ലാ കാര്യങ്ങളും അങ്ങനെ ആലോചിച്ച് നോക്കിയിട്ട്
കണ്ണാടിക്കാരൻ്റെ ഭാര്യയെ കൊന്നത് അവനാണെന്ന് എല്ലാവരും മനസ്സിലാക്കി. അതേപോലെ തന്നെ എൻ്റെ ഭാര്യയെ കൊന്നത് ഞാനാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും എൻ്റെ പുറകെ നടക്കുന്നു. ചേട്ടാ, അങ്ങനെയാണെങ്കിൽ കണ്ണാടിയുടെ ഭാര്യയുടെ കൊലപാതകം അതിനെ പറ്റിയുള്ള ആ ഒരു കഥ ഞാൻ എന്തിനെഴുതണം? എൻ്റെ ജീവിതത്തിൽ നടന്ന ഈ ഒരു കാര്യം തന്നെ സ്റ്റോറിയായിട്ട് എഴുതിയാൽ പോരെ എന്നുള്ള രീതിയിൽ ആ ഒരു കുത്തുവായും കിടക്കുന്ന സമയത്തും അവൻ അങ്ങനെ ആലോചിച്ചിട്ട് ഹീറോ വിചാരിച്ചതുപോലെ തന്നെ അവൻ്റെ സ്റ്റോറി ആ ഒരു കഥയായിട്ട് എഴുതുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ ആ ഒരു ബുക്കിൻ്റെ അവസാനം എൻ്റെന്നും പറഞ്ഞ് ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നതും ഇവിടെ നമ്മുടെ മൂവിയും അതേപോലെ തന്നെ അവസാനിക്കുകയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൂവിയായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ മൂവി തുടങ്ങുന്നതിന് മുന്നേ സ്റ്റാർട്ടിങ് പറഞ്ഞ ആ ഒരു കാര്യം, അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവിയായിട്ട് വരുന്നത് വരയ്ക്കും ബൈ.